എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, സെക്കൻഡ് ഹാഫ് അതിനെ പൊളിച്ചു. നല്ല കോമഡി അടിപൊളി. കുറേ കിടിലൻസും കുറേ അടിപൊളിയുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് അടിപൊളി. അതിനകത്ത് എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കിടിലൻ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നാണ് ആദ്യമായിട്ട് പ്രേക്ഷകരോട് കാണുന്നത്. അതെപ്പോഴും രാവിലെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പടം വർക്ക് ചെയ്യുമ്പോഴൊക്കെ അത് പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ ചെയ്യാറ്. നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല കയ്യടി ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല കംപ്ലീറ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ഷനും കോമഡിയും റൊമാൻസും മൊത്തത്തിലെല്ലാം വർക്കായി എന്നുള്ളൊരു ഫീലിംഗ് വന്നു ഇന്നത്തെ ഷോ കഴിഞ്ഞ്. ഇപ്പോഴും ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എങ്ങനെ പോകും എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. ഇനി ബാക്കി ഈ വീക്കെൻഡിലുള്ള ഞങ്ങളുടെ തിയേറ്ററിലെ അതും പലതും ഓഡിയൻസ് എത്രത്തോളം അതിനെ ഇഷ്ടപ്പെട്ട് ഞങ്ങളോട് എന്താ പറയുക തിയേറ്ററിലോട്ട് വരും എന്ന് ഡിപ്പെൻഡ് ചെയ്യും പലതും. അപ്പോൾ ഇനി എല്ലാവരും ഓഡിയൻസിൻ്റെ കയ്യിലോട്ട് കൊടുത്തിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. കാരണം ഇതൊരു എന്താ പറയുക ഭയങ്കര ഓഡിയൻസ് ജഡ്ജ്മെൻറ്റിലുള്ള ഒരു മൂവിയാണ്. അവരെങ്ങനെ എടുക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ പടം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ വർക്കൗട്ട് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരുമല്ലോ, എല്ലാം വർക്കൗട്ട് ആവുമോ അല്ലെങ്കിൽ ഇത് ഇഷ്ടമാവുമോ എന്നുള്ളത്. അതൊക്കെ ഓഡിയൻസ് നല്ലപോലെ ചിരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കഥ ഭയങ്കര രസമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഭയങ്കര സന്തോഷം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഫാമിലി കണ്ടിട്ടെന്ന് പറഞ്ഞു റംസാൻ്റെ. സോറി, ഫാമിലി കണ്ടിട്ട് ഫാമിലിയൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും വെക്കുന്നത് ബാക്കിയുള്ളവരെടുക്കും. നരേന്ദ്ര നല്ലപോലെ മൊത്തം കോമഡി ചിരിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ ഓണം അതും പൊളിച്ചു അവസാനം. അതിൻ്റെ മുകളിൽ മൊത്തം കോമഡി ചിരിക്കാൻ മാത്രമേ ഉള്ളൂ. പേഷ്യൻ്റ് ആൾക്കാർ കണ്ട് ചിരിക്കാം. അത്ര കോമഡിയാണ്. അതുപോലെ തന്നെ ഇതിൽ കോമഡിയാണോ അതോ എങ്ങനെയാണ്? അതെ, ഫാമിലിക്ക് വന്ന് കാണാൻ പറ്റിയ മൂവി, ഫാമിലിക്ക് കാണാൻ പറ്റിയ മൂവിയാണ്. ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഡാൻസ് ഒക്കെ റംസാനായിട്ടുള്ള ആക്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 10 ദിവസത്തെ കഷ്ടപ്പാടാണ് ക്ലൈമാക്സ്. 10 ദിവസം തൊടുപുഴയിൽ നൈറ്റ് ഷൂട്ടായിരുന്നു. അത് അങ്ങനെയാണ് എല്ലാ സാഹസവും വന്ന് അവസാനിക്കുന്ന ആ വീട്ടിലാണല്ലോ. അപ്പോൾ പണിയെടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു സന്തോഷം. എങ്ങനെ കുരുപൊട്ടിക്കണ നായകനാണ്? എല്ലാവരും കുരുപൊട്ടിക്കണ നായകനാണ്. കുരുപൊട്ടിക്കുന്ന നായകനാണോ? ആ, കണ്ടില്ലേ ജീവൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമ്മളിപ്പോൾ റംസാൻ്റെ കരിയറിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഇതാണ് സിനിമ. അതിപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോ കണ്ടിറങ്ങുമ്പം അതിൻ്റെ ആ റെസ്പോൺസ് തിരിച്ച് കിട്ടുമ്പോൾ സന്തോഷം. ഇനിയും സിനിമകൾ ഇനിയുണ്ടോ? ഫസ്റ്റ് സിനിമ കഴിഞ്ഞു, രണ്ടാമത്തെ സിനിമയല്ലേ ഇപ്പോൾ? എൻ്റെ അല്ല, അഞ്ചാമത്തെ സിനിമയാണ്. എന്ത് പറയുന്നത്? ഹാപ്പിയാണ്. പയ്യെ ചെയ്യട്ടെ. പരിപാടി ആക്ടിങ് നമുക്ക് വർക്കാവും നോക്കട്ടെ. അത് ഓരോ ക്യാരക്ടേഴ്സ് കഴിയുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് ചോദിക്കുക അവർ റെസ്പോൺസാണ്. ഓരോന്നോരോ ചെറിയ തെറ്റുകൾ തിരുത്തി ഞാൻ നന്നാവുക. ആദ്യമായിട്ട് വില്ലവേഷൻ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? 21 ഗ്രാംസിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡായിരുന്നു. അപ്പം ഇത് എഴുതുമ്പോൾ തന്നെ ബിബി പറഞ്ഞു ഇതിലും ഒരു നെഗറ്റീവ് പരിപാടിയാണ്, രസമായിരിക്കുമെന്ന് പറഞ്ഞു. പുള്ളി ട്രസ്റ്റ് ചെയ്തു, പുള്ളി എന്നെയും ട്രസ്റ്റ് ചെയ്തു. അതാണ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ അവരോട് ചോദിക്കും.